IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. രാത്രി 7:30 വിശാഖപട്ടണത്താണ് മത്സരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു നമ്മളോടൊപ്പം. അനിൽ, ഇന്നത്തെ മത്സരം ഡൽഹി ക്യാപിറ്റൽസും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിലാണല്ലോ. രാത്രി 7:30 എന്താണ് ആ മത്സരത്തിന്റെ സവിശേഷതകൾ, വിജയ സാധ്യതകൾ ഇരു ടീമുകൾക്കും ഒരുപോലെയാണോ? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അഭിഷൻ. IPL എന്തായാലും ഒരു ഗംഭീര തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ 3 മത്സരങ്ങളിൽ തന്നെ മികച്ച പ്രകടനം എല്ലാ ടീമുകളിൽ നിന്നുണ്ടായി. ഇന്ന് അതിനേക്കാൾ ഒരു വലിയ പ്രകടനവും അല്ലെങ്കിൽ മികച്ച മത്സരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് കന്നിക്കപ്പ് തേടിയിറങ്ങുന്ന 2 ടീമുകൾ തമ്മിലാണ് ഇത്തവണത്തെ പോരാട്ടം. ഇന്നത്തെ പോരാട്ടം ഡൽഹി ക്യാപിറ്റൽസും ലക്നൌ സൂപ്പർ ജയന്റ്സും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എല്ലാ കാലത്തും കപ്പില്ലാത്തവരെന്നൊക്കെ നാണക്കേട് പേറുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മോശം അവസ്ഥയിൽ ഉള്ളവരാണ് ഡൽഹി ക്യാപിറ്റൽസ്. കഴിഞ്ഞ 17 സീസണായിട്ടും ഇതുവരെ കിരീടം നേടാൻ ഡൽഹി ക്യാപിറ്റൽസിനായില്ല. ഇത്തവണയെങ്കിലും കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി ക്യാപിറ്റൽസും ഇറങ്ങുന്നത്. ഇത്തവണ അവരുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ടീം വിട്ട് ലക്നൌവിലേക്ക് ചേക്കേറി. അപ്പോൾ അക്സർ പട്ടേലിന് കീഴിലാണ് ടീം ഇറങ്ങുന്നത്. ഒന്നുകൂടി ശക്തമായ ബാറ്റിംഗ് നിരയും ഒപ്പം തന്നെ മിച്ചൽ സ്റ്റാർക്ക് നയിക്കുന്ന ബൗളിംഗ് നിരയുമുള്ളത് ഡൽഹിക്ക് ഇത്തവണ പ്രതീക്ഷ നൽകുന്നു. ഒപ്പം തന്നെ അവരുടെ ടീം സ്ട്രെങ്ത് വെച്ച് അവർ ഇത്തവണ പ്ലേ ഓഫിൽ കയറിയില്ലെങ്കിൽ വലിയ അത്ഭുതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഡൽഹി വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിയാണ്. അപ്പുറത്തേക്ക് വന്നാൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് അത്തവണ അവർ ഋഷഭ് പന്ത് വന്ന താരത്തെ സ്വന്തമാക്കാൻ 27 കോടി രൂപ എന്ന IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ലേലത്തുകയാണ് മുടക്കിയത്. അതിലൂടെയാണ് ഋഷഭ് പന്തിനെ കൊണ്ടുവന്നത്. കഴിഞ്ഞ 3 സീസണുകളിൽ KL രാഹുലിനെ വെച്ച് നടക്കാത്തത് ഇത്തവണ ഋഷഭ് പന്തിനെ കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്നൌ സൂപ്പർ ജയന്റ്സിൻ്റെ മാനേജ്മെൻ്റ് ഉള്ളത്. ഒപ്പം തന്നെ നിക്കോളാസ് പുരാനും മിച്ചൽ മാഷും ഡേവിഡ് മില്ലറും അടക്കമുള്ള വലിയ വമ്പനടിക്കാരുടെ ഒരു കൂടാരം തന്നെയാണ് ലക്നൌ. അപ്പോൾ ഇന്ന് ബാറ്റിംഗ് വിരുന്ന് തന്നെ വിശാഖപട്ടണത്ത് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡൽഹി ടീമിൻ്റെ സെക്കൻഡ് ഹോം ഗ്രൗണ്ടാണ് വിശാഖപട്ടണം. സമീപകാലത്ത് അല്ലെങ്കിൽ ധോണിയുടെയൊക്കെ മനോഹരമായ ഇന്നിങ്സ് കണ്ട ആ വിശാഖപട്ടണം ഗ്രൗണ്ടിൽ ഇന്ന് ഇന്ത്യൻ യുവതാരങ്ങളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലോക ക്രിക്കറ്റിലെ പ്രധാന താരങ്ങളുടെ ഏറ്റുമുട്ടലിൽ വലിയ സ്കോർ പിറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.